മേടിച്ച മീനെന്ന് വെച്ചാൽ അയല മീനാണ്. അത് എനിക്കിപ്പോൾ ഒരു 10 തികച്ച് വരത്തില്ല. അത് ഫ്രഷ് അയല മീനായിരുന്നു. തന്നെ നമ്മൾ കറി വെക്കാൻ ആണ് എടുത്തിരിക്കുന്നത്. പൊരിക്കാന്ന് വെച്ചാൽ അതിനകത്ത് പൊരിക്കാനായിട്ടില്ല. 10 മീനാണ്. ഇത് ഈ അയലക്കകത്തുള്ളൊരു പ്രത്യേകതയാണ്, തലയ്ക്കകത്ത് പാറ്റയാണ്. അതായത് ഇത് ഇപ്പം ഞാൻ കാണിച്ച കണക്കത്തെ പാറ്റയാണ്. ഇങ്ങനെ നമ്മൾ അയല നല്ലതുപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കണം. തേങ്ങ നമ്മൾ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ 2-3 കൊച്ചുള്ളിയും കൂടി ഇടണം. അത് അരപ്പിനാണ് നമ്മൾ ഈ കൊച്ചുള്ളി എടുക്കുന്നത്. എന്നിട്ട് കൊച്ചുള്ളി അരിഞ്ഞിട്ടതിന് ശേഷം തേങ്ങയും കൂടി എടുത്തിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ എത്രയാണ് നമ്മളിപ്പം ഒരു കറിക്കെടുക്കുന്നത് നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. പക്ഷെ എനിക്ക് ഈ മീൻ കറിക്കകത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ട് കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്. പുളി എടുത്തതിന് ശേഷം കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ പൊടി ഐറ്റങ്ങൾ ചേർക്കും. പൊടി ഐറ്റം നമ്മൾ ആദ്യം ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തതാണ് ഇടുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ മുളക് പൊടി മാത്രമായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. അതായത് പേസ്റ്റ് രൂപത്തിലായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടിയുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേ കണക്ക് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് തിളയ്ക്കുന്നതിന് മുമ്പേ അല്ല നമ്മൾ ഇതിടുന്നത്. എന്ന് വെച്ചാൽ ഈ അയല മീനിനെ അരപ്പ് പിടിക്കാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ അരപ്പും കൂടി ഇട്ട് നല്ലതുപോലെ കറക്കിയെടുത്ത്, അതായത് എന്തെങ്കിലും സ്പൂൺ വെച്ചാൽ എന്തെങ്കിലും വെച്ച് നമ്മൾ കൈ കൊണ്ടായാലും വിടരുത്. ഇപ്പം ഞാൻ ഒരു കയ്യിൽ മൊബൈൽ വെച്ചിരിക്കുന്നുണ്ടാണ് ഇതുകൊണ്ട് കരണ്ടി കൊണ്ട് ഇളക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രയാണ് നമുക്ക് വെള്ളം നമുക്കൊരു ഇത് വേണമല്ലോ, അപ്പം നമുക്കതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നൊരു കാര്യം ആലോചിച്ചത്, ഉപ്പിട്ടില്ലെന്ന്. പിന്നെ രണ്ടാമതാണ് ഞാൻ ഉപ്പിൻ്റെ കാര്യം ആലോചിക്കുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ലാസ്റ്റാണ് ഞാൻ ഉപ്പിടുന്ന കാര്യം ഓർത്തത്. അങ്ങനെ പിന്നെ കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് കറിവേപ്പിലയും നമ്മളെ മുരിങ്ങയ്ക്കയും പച്ചമുളകും ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഉപ്പിൻ്റെ കാര്യം അമ്മ ഇങ്ങനെ ഉപ്പിട്ടില്ല പെണ്ണേന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ പിന്നെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉലുവാപ്പൊടി, അതെന്തായാലും മസ്റ്റായിട്ടും ചേർക്കണം. ഈ മീൻ കറിക്ക് വേണ്ടെന്ന് വെച്ചാൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി തോനെയൊന്നും ചേർക്കുന്നത് ഒരു നുള്ളു ഉലുവാപ്പൊടിയെ ചേർക്കാവും. നമ്മുടെ മീൻ എത്രയാണ് അനുസരിച്ച് കറി എത്രയാണ് അനുസരിച്ച് അതിനനുസരിച്ചാണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഫൈനലി നമ്മളിത് അടച്ച് വേവിക്കാൻ പറ്റണം. എന്നിട്ട് ഞാൻ എടുത്തതാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ കാണുമ്പോൾ നമുക്ക് വെള്ള കളറൊക്കെ തോന്നും, പക്ഷേ നേരിട്ട് കാണാൻ നല്ല റെഡ് കളറായിരുന്നു. പിന്നെ വേറെന്താ, ഞാൻ ചോറും അയലക്കറിയും കൂടെ ഒക്കെ ഇട്ട് നല്ല അടിപൊളി ഫേഷ നല്ലതുപോലെ കഴിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്.